This is the future. നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ സുജിത് വൈദ്യൻ. ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഒരു വുഡ് ഫയർഡ് ഓവൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമുക്ക് വീടുകളിൽ എങ്ങനെയാണ് ഒരു വുഡ് ഫയർഡ് ഓവൻ, അതായത് കരിയില്ലേ, കരി വെച്ചോ അല്ലെങ്കിൽ ചിരട്ട കരിച്ചത് വെച്ചോ വർക്ക് ചെയ്യുന്ന ഒരു ഓവൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം വുഡ് ഫയർഡ് ഓവൻ ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞത്. പക്ഷേ അത് എങ്ങനെ ഉണ്ടാക്കും? ഞാൻ കുറേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കുറേ ഐഡിയാസൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അപ്പോഴാണ് ഞാൻ അഭയനെ വിളിച്ചത്. അഭയൻ ആക്ച്വലി ആർക്കിടെക്റ്റാണ്. അഭയനോട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു വീട്ടിലൊരു ഐറ്റം ഉണ്ടാക്കണം, അപ്പോൾ എന്ത് ചെയ്യണം. അഭയൻ അപ്പോഴത്തേക്കൊരു മോഡൽസൊക്കെ എനിക്ക് അയച്ചു തന്നു. ആ മോഡലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അടപ്പുമൊക്കെ അഭയൻ്റെ ഇതുണ്ട്, വർക്ക്ഷോപ്പിൽ തന്നെ ചെയ്തു. അപ്പോൾ അഭയനൊക്കെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു നാട്ടിൽ. ആദ്യം ഒരു സെറ്റ് ഞങ്ങൾ ഉണ്ടാക്കിയായിരുന്നു, പക്ഷേ അത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. അതിപ്പോൾ ഫ്ലോപ്പായിപ്പോയി. പിന്നീട് രണ്ടാമത് റീഡിസൈൻ ചെയ്താണ് ഇപ്പം നിങ്ങൾ കാണുന്ന ഓവന്, വുഡ് ഫയർഡ് ഓവൻ. ആദ്യത്തെ ദിവസം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഇഷ്ടികയും മണ്ണും അതൊക്കെ സംഘടിപ്പിച്ചു. മുളയും അതേപോലെ ക്ലേ, കളിമണ്ണും ഒക്കെ സംഘടിപ്പിച്ചു. അത് റെഡിയാക്കി വെച്ചു. അങ്ങനെ ഡേ 1 അവസാനിച്ചു. ഡേ 2 ചെളി കുഴച്ചത്, ചെളി സെപ്പറേറ്റ് കുഴച്ചതും അത് മണ്ണും ചെളിയും കൂടെ ചേർത്ത് കുഴച്ചതും പിന്നെ അതിലോട്ട് വൈക്കോല് ചേർത്ത് കുഴച്ചു. അത് ഡേ 2 അതിൻ്റെ ആയിരുന്നു പ്രക്രിയ. ഡേ 2 അതാണ് ചെയ്തത്. ആ ഡേ 2 നമ്മൾ വട്ടിയൊക്കെ വെച്ച് വേറെ രീതിയിൽ അതിനെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത് ഫ്ലോപ്പായി പോയി. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നീരൻ്റെ വെല്ലിച്ചൻ വരുന്നത്. വെല്ലിച്ചൻ പഴയ ഒരു കോൺട്രാക്ടറും ഈ കോൺസ്റ്റബിൾ മൂത്ത് ഹെഡ് കോൺസ്റ്റബിളായ SI ആയ ടീമാണ് പുള്ളിക്കാരൻ. അപ്പോൾ ആ പുള്ളിക്കാരൻ വന്ന് നോക്കിയിട്ട് പറഞ്ഞത് ഇങ്ങനെയല്ല, വേറെ ഐഡിയയിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഫുൾ ചെളിയിൽ നിന്ന് നിങ്ങളിപ്പോൾ കാണുന്ന ഇഷ്ടികയും ചെളിയും സിമെൻറ്റും വെച്ചുള്ള രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ മണ്ണെടുത്തു, രണ്ടാമത്തെ ദിവസം അത് കുഴച്ചു, മൂന്നാമത്തെ ദിവസമാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഔട്ടർ രൂപത്തിലുള്ള ഈ ഓവൻ ഉണ്ടാക്കിയത്.
4-ാമത്തെ ദിവസം നമ്മൾ ചെയ്തത് ഇതിനെ പൂശിയാണ്. ഈ സിമെൻറ്റ് വെച്ച് ഔട്ടർ സൈഡെല്ലാം പൂശി, അതായത് നമുക്ക് മഴ പെയ്താലും നശിച്ച് പോകാത്ത രീതിയിലൊരു പെർമനൻറ്റ് ഓവൻ, വുഡ് ഫയർഡ് ഓവനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളുടെ ഉള്ളൂ ഇനിയുള്ളത്. 5-ാം ദിവസവും 6-ാം ദിവസവും 7-ാം ദിവസവും ചെയ്യുന്നത്. ഒരു ദിവസം നമ്മളിതിന് റെസ്റ്റിംഗ് പീരീഡ് കൊടുത്തിട്ടാണ് 6-ാം ദിവസം ഇതിനെ പൊളിച്ച് ഇതിൻ്റെ മൗത്താണ്, അതായത് അതിൻ്റെ ആ വാതിലുണ്ടാക്കി ഇതിന് എന്താണ് ഒരു പ്രോപ്പർ ഓവൻ ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ്. നിങ്ങളിതുവരെ അതിൻ്റെ പ്രിപ്പറേഷനും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നല്ലോ. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഇതിനകത്തേക്കുള്ള നമ്മൾ ചെയ്തേക്കുന്നത്. അകം മൊത്തം കളിമണ്ണ് വെച്ച് പൂശിയതും പുറത്ത് സിമെൻറ്റ് ചെയ്തതുമാണ് ഇരിക്കുന്നത്. ഇനി ഇതിനെ ഫയർ ചെയ്യണം. ഫയറിങ് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഇത്രയും പറയാനുണ്ട്. ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടേസ് ക്രൂസർ സൈനിങ് ഓഫ്. This is the future.